പിറ്റേ ദിവസം രാവിലെ തന്നെ ട്രാപ്പ് ക്യാമറയിലെ വിഷ്വൽസ് റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ കൊണ്ടുപോകുകയും കടുവ തന്നെ എന്ന് വനപാലകർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ജനങ്ങൾ ഭയപ്പെടുമോ എന്ന് കരുതിയിട്ടാവണം അവർ അത് ആദ്യം ബന്ധപ്പെട്ട ആളുകളോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എതിരെ നിൽക്കുന്നത് ശക്തനായ ഒരു കടുവ തന്നെയാണെന്ന് നേരം വെളുക്കുന്നതിനുള്ളിൽ തന്നെ ഈ നാട് മുഴുവൻ ഇതിനോടകം പരന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കടുവയെ പിടിക്കാനുള്ള കെണി സാങ്ഷനായി. വൈകുന്നേരം 4 മണിയോടെ കെണിയെത്തി. മുട്ടോളം താഴ്ന്ന ചെളിക്കുണ്ടുകളും ഒടിഞ്ഞു വീണ മരക്കമ്പുകളും എല്ലാം താണ്ടി പോത്ത് കിടക്കുന്ന സ്പോട്ടിലേക്ക് കെണി എത്തിക്കാൻ വനപാലകരും നാട്ടുകാരും നന്നായി പരിശ്രമിച്ചു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രി 7:30 കെണി സ്പോട്ടിലെത്തിച്ചു. അതിൽ കടുവ ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ട പോത്തിനെ തന്നെ ഇരയായി വെക്കുകയും ചെയ്തു. ഇതിനിടയിൽ സ്പോട്ടിലേക്ക് കെണി എത്തിക്കുന്ന സമയം ദൂരെ ഒരു ചലനമുണ്ടായിരുന്നു. കടുവ വീണ്ടും തന്റെ ഇരയെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. തന്റെ ഇരയെ അവൻ കടിച്ചു വലിക്കുന്ന ഞങ്ങൾ ദൂരെ നിന്നും കണ്ടു. വനപാലകർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്നും ഒരു വെടി പൊട്ടിച്ചു. വെടിയുടെ ശബ്ദത്തിൽ അവൻ തിരികെ കാട് കയറി. ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ആ സാഹചര്യത്തിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം. കാരണം കെണി വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തൊട്ടുമുന്നിലായി കടുവ നിൽക്കുമ്പോൾ തോക്കെടുക്കുക എന്നല്ലാതെ വേറെ വഴി വനപാലകർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. അന്ന് രാത്രി അതേ സ്പോട്ടിൽ നിന്നും വനത്തിലൂടെ ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബാലവാടി എന്ന സ്ഥലത്തേക്ക് കടുവ എത്തുകയും രാത്രി മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരു പയ്യൻ കടുവയെ നേരിൽ കണ്ട് ഭയപ്പെടുകയും ചെയ്തത് പ്രശ്നങ്ങളുടെ കുരുക്കും ഭയപ്പാടും വീണ്ടും കൂട്ടി.